ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു പ്രീതാസ് വേൾഡ്. ഇന്നത്തെ വീഡിയോ ഒരു സൈഡ് എഫക്റ്റും ഇല്ലാതെ തന്നെ നമുക്ക് മുടി കട്ട കറുപ്പാക്കാനായിട്ട് വീട്ടിലുള്ള ചേരുവകൾ മാത്രം മതി. ഇത് എൻ്റെ അമ്മയാണ്. ഞാനിപ്പോൾ അമ്മയുടെയും അച്ഛൻ്റെയും ഹെയറിൽ ഡൈ ചെയ്ത് കാണിക്കുന്നുണ്ട്. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കണ്ടു നോക്കുക. വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ അതേപോലെ ട്രൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മുടി ഉറപ്പായിട്ടും ഞാൻ ഗ്യാരണ്ടി പറയുന്നു 100% നല്ലതുപോലെ കറുപ്പാകും. അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അച്ഛന് അധികം മുടിയൊന്നുമില്ല. അപ്പം ഉള്ള മുടി തലയോട്ടിയിലൊന്നും കറുപ്പാകാതെ തന്നെ നമ്മൾ നല്ല രീതിയിൽ ഇത് മസാജ് ചെയ്ത് നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം 1 മണിക്കൂറെങ്കിലും നമ്മൾ റെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് കഴുകി കളയേണ്ടത്. തലമുടിയിൽ എണ്ണയുടെ അംശം പാടില്ല. എണ്ണയുടെ അംശമുണ്ടെങ്കിൽ നമ്മുടെ ഫേസിലേക്ക് ഇറങ്ങാനും ഫേസ് കറുക്കാനൊക്കെ ഉള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ആ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ഈ ഡൈ ചെയ്തതിന് ശേഷം ഷാംപൂ വാഷ് ചെയ്യരുത്. സോപ്പ് ഉപയോഗിച്ച് തലമുടി കഴുകരുത്. ആഴ്ചയിൽ ഇത് നാച്ചുറൽ ഡൈ ആയതുകൊണ്ട് തന്നെ നമ്മൾ ആഴ്ചയിൽ 2 പ്രാവശ്യം തുടക്കത്തിൽ ചെയ്യണം. പിന്നെ നമ്മൾ മുടി കറുത്ത് വരുന്ന അനുസരിച്ച് നമുക്ക് മാസത്തിൽ 1 ദിവസമൊക്കെ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് പുറത്തുനിന്നുള്ള നമ്മളെ നീലാമരിയോ എണ്ണയോ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. വീട്ടിലുള്ള ഈ കാര്യങ്ങൾ മാത്രമാണ് ഉപയോഗിച്ച് ഈ ഡൈ ചെയ്യുന്നത്. ഈ ഡൈ നമ്മൾ തയ്യാറാക്കുന്ന സമയത്ത് ഒരുപാട് ലൂസായിട്ട് നമ്മൾ തയ്യാറാക്കരുത്. അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്താണ് നമ്മുടെ ഫേസിലേക്ക് ഇറങ്ങാനും ഫേസിൽ കറുപ്പ് വരാനും മുഖക്കുരു വരാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ടാകുന്നത്. അധികം ലൂസാക്കാത്ത രീതിയിൽ വേണം നമ്മൾ ഈ ഡൈ തയ്യാറാക്കാനായിട്ട്. ഇതെൻ്റെ അമ്മയാണ്. അമ്മയുടെ മുടി നല്ലതുപോലെ നരച്ചിട്ടുണ്ട്. നരച്ച മുടി എന്നത് ഇന്നത്തെ കാലത്ത് വലിയ പ്രശ്നമാണ്. അതിനുള്ള പ്രതിവിധി ഇതുപോലുള്ള വീട്ടിൽ തയ്യാറാക്കുന്ന പ്രകൃതിദത്തമായ ഡൈകളാണ്. നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്നത് പേരയിലയാണ്. പേരയിലയും കറിവേപ്പിലയും താരൻ മാറാനും മുടി സമൃദ്ധമായി വളരാനും മുടി കറുക്കാനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ്. ഈ ഹെയർ ഡൈ നമ്മൾ നാച്ചുറൽ സാധനങ്ങൾ ഉപയോഗിച്ച് പ്രകൃതിദത്തമായ സാധനങ്ങൾ ഉപയോഗിച്ച് മാത്രം ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇത് കഴുകും തോറും കളർ ഫെയ്ഡായിട്ട് വരുന്ന ഒരു ഡൈ ആണ് നമ്മൾ തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ആഴ്ചയിൽ 2 പ്രാവശ്യം നമ്മളിനി ഡൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ചെറിയൊരു ബ്രഷ് കൊണ്ട് നമ്മുടെ ഫേസിൽ മാക്സിമം ആകാത്ത രീതിയിൽ വേണം നമ്മൾ മുടിയിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട്. ഫേസിൽ ആകുന്നെങ്കിൽ നമ്മളൊരു നനഞ്ഞ കോട്ടൺ തുണി ഉപയോഗിച്ച് നമ്മൾ അപ്പോൾ തന്നെ അത് തുടച്ച് മാറ്റുക. ഇപ്പോൾ ഞാൻ ഈ ഡൈ ചെയ്യുന്ന സമയത്ത് അമ്മയുടെ ചെവിയിലേക്കായിട്ടുണ്ട്. ഒരു പരിധി വരെ നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും. കണ്ടോ, അമ്മയുടെ മുടി നല്ലതുപോലെ വെളുത്തിരിപ്പുണ്ട്. ഇപ്പം ഞാനിപ്പോൾ വീഡിയോ ചെയ്യാനായിട്ട് അമ്മ ഏതാണ്ട് 1-2 മാസത്തോളമായിട്ട് ഇപ്പം ഡൈ ഒന്നും ചെയ്യുന്നില്ല. അപ്പം നിങ്ങൾക്ക് ഇപ്പം നരച്ച മുടിയിൽ വീഡിയോ ചെയ്ത് കാണിച്ചാൽ മാത്രമല്ലേ നിങ്ങൾക്ക് എത്രത്തോളം ഇത് നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്താൽ കറുപ്പ് നിറം കിട്ടുമെന്ന് കാണിക്കാൻ വേണ്ടി ഇപ്പം ഇങ്ങനെ ചെയ്തതാണ്. ഇപ്പം 2 മാസത്തോളം ആയെന്ന് തോന്നുന്നു അമ്മ ഇപ്പം ഇതേപോലെയൊക്കെ ചെയ്തിട്ട്. നമ്മൾ ഈ കെമിക്കൽ ഡൈ ഒക്കെ ചെയ്യുന്ന സമയത്ത് കുറച്ച് അധികം നാൾ നീണ്ടു നിൽക്കാറുണ്ട്. എത്ര കാലം ഈ കറുപ്പ് നിറം മുടിയിൽ നീണ്ടു നിൽക്കുന്നുവോ അത്രത്തോളം കെമിക്കൽസ് അതിലടങ്ങിയിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. ഇത് നമ്മൾ പ്രകൃതിദത്തമായ വീട്ടിലുള്ള ചേരുവകൾ വെച്ചുകൊണ്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾ ആഴ്ചയിൽ 2 പ്രാവശ്യം ചെയ്യാനായിട്ട് മറക്കരുത്. We've been waiting for so long. We've been waiting for this time to begin. We ain't getting any older. I kind of feel a little younger. ഞാനിപ്പോൾ ബ്രഷ് മാറ്റിയതിന് ശേഷം കയ്യിൽ ഗ്ലൗസ് ഉപയോഗിച്ചിട്ടുണ്ട്. ഗ്ലൗസ് ഉപയോഗിച്ച് നല്ലതുപോലെ ഇത് നമ്മൾ മസാജ് ചെയ്യുമ്പോൾ തന്നെ നല്ലതുപോലെ തേച്ച് നല്ലതുപോലെ സ്കാൽപ്പിലൊക്കെ നമ്മൾ നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കുക. അമ്മയ്ക്ക് മുടിക്ക് നീട്ടമുണ്ട്. അപ്പോൾ നമ്മുടെ മുടിയുടെ താഴോട്ടൊക്കെ തേക്കുന്ന സമയത്ത് കുറച്ചുകൂടി ലൂസാക്കിയിട്ട് വേണം അപ്ലൈ ചെയ്യാനായിട്ട്. മുകൾ ഭാഗത്ത് നമ്മൾ നെറ്റിയുടെ അവിടെയൊക്കെ വരുന്ന സമയത്ത് കുറച്ച് കട്ടിയിലും നമ്മുടെ മുടിയിലൊക്കെ താഴോട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടി നമ്മൾ തയ്യാറാക്കുന്ന ആ ഒരു വെള്ളം ഉപയോഗിച്ച് കുറച്ചുകൂടി ലൂസാക്കിയതിന് ശേഷം നല്ലതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ആ നടുക്ക് ഭാഗത്തൊക്കെ നരച്ചിരിക്കുന്നുണ്ടോ അതെല്ലാം നമ്മൾ നല്ലതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഒരു ചീർപ്പ് ഉപയോഗിച്ച് നമ്മൾ നല്ലതുപോലെ ഒന്ന് ചീകി കൊടുക്കുക. അതിനുശേഷം നമുക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം ഈ മുടി ഒന്ന് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് കെട്ടി വയ്ക്കാം. ഉണ്ടാവും നമ്മൾ ആ തേക്കുന്ന സമയത്ത് ഫേസിലൊക്കെ ആവുന്നുണ്ടാവും. നമ്മൾ ആ ഒരു ടൈമിൽ തന്നെ തുടച്ച് കളയാനായിട്ടൊന്ന് ശ്രദ്ധിക്കുക.
ഇനി നമുക്ക് ഈ ഡൈ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ 1/2 ഗ്ലാസ് കടുകാണ് എടുത്തിട്ടുള്ളത്. കടുകിന് പകരം നിങ്ങൾക്ക് കരിഞ്ജീരകം വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ ചിരട്ടക്കരി വേണമെങ്കിലും ഉപയോഗിക്കാം. ചിരട്ടക്കരി ആണെങ്കിൽ നമ്മൾ അത് പൊടിച്ചെടുത്ത് അരിച്ച് എടുക്കാനൊക്കെ മിക്സിയിൽ പൊടിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ കടുക് അല്ലെങ്കിൽ കരിഞ്ജീരകം എടുക്കാമെന്ന് പറയുന്നത്. ഇനി നമ്മൾ എടുക്കുന്നത് ഫ്രഷ് കറിവേപ്പിലയാണ്. നമ്മൾ ഇരുമ്പിൻ്റെ ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. കടുകെടുത്ത അതേ അളവിൽ നമുക്ക് കറിവേപ്പില കൂടി എടുക്കാം. ഇനി നമ്മൾ അടുപ്പിലാണ് നമ്മളിത് വറുത്തെടുക്കുന്നത്. നല്ലതുപോലെ ഇതൊന്ന് കരിച്ചെടുക്കണം. ഒരുപാട് ടൈം കൊണ്ട് വറുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കടുകും കറിവേപ്പിലയും ആയതുകൊണ്ട് തന്നെ, ഇരുമ്പിൻ്റെ ചട്ടിയും കൂടെ ആയതുകൊണ്ട് തന്നെ നമുക്കിത് പെട്ടെന്ന് വറുത്തെടുക്കാനായിട്ട് സാധിക്കും. നമ്മളിപ്പോൾ അടുപ്പിലാണ് ചെയ്യുന്നത്. ചോറൊക്കെ വെച്ചതിന് ശേഷം ഇപ്പോൾ ഗ്യാസൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്മൾ ചോറൊക്കെ വെച്ചതിന് ശേഷം ആ ഒഴിയുന്ന അടുപ്പിലേക്ക് ഇരുമ്പിൻ്റെ ചട്ടി വെച്ചതിന് ശേഷം കടുകിട്ട് കൊടുത്തിരുന്നാൽ നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇത് പെട്ടെന്ന് കരിഞ്ഞ് കിട്ടുന്നതാണ്. ഇപ്പോൾ തന്നെ ഏതാണ്ടതായിട്ടുണ്ട് കേട്ടോ. അതിൽ നിന്ന് ചെറിയ രീതിയിൽ പുകയൊക്കെ വരുന്നുണ്ട്. കുറച്ചുകൂടി ഒന്ന് കറുത്ത് വന്നാൽ നമുക്ക് മാറ്റി വയ്ക്കാവുന്നതാണ് കേട്ടോ. കുറച്ചുകൂടെ ഇരുന്ന് അത് കറുത്തിട്ടുണ്ട്, നമുക്ക് മതി. പെട്ടെന്ന് തന്നെ മാറ്റിയതിന് ശേഷം ഇനി ഇരുന്നാൽ ഒരുപാട് അങ്ങ് പുക വന്ന് കരിഞ്ഞു പോകും. ഇപ്പം തന്നെ അത് ഓൾറെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാത്രത്തിൽ നിന്ന് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ എടുക്കുന്നത് പേരയിലയാണ്. പേരയില മുടി കറുപ്പിക്കാനും അകാലനര തടയാനും വളരെ നല്ലതാണ്. പ്രകൃതിദത്തമായ ഒരു വഴിയാണ് ഈ പേരയില. പേരയിലിട്ട് തിളപ്പിച്ച വെള്ളം കൊണ്ട് മുടി കഴുകുന്നതും പേരയില അരച്ച് വെളിച്ചെണ്ണയിൽ ചേർത്ത് തലയിൽ പുരട്ടുന്നതും മുടിയുടെ കറുപ്പ് നിറം നിലനിർത്താനും മുടി കൊഴിച്ചിൽ കുറച്ച് മുടി ആരോഗ്യത്തോടെ കിളിർത്ത് വരാനും സഹായിക്കുന്ന ഒന്നാണ്. കുറച്ച് പേരയിലയുടെ ഇലയെടുത്ത് വൃത്തിയായി കഴുകി 1 ലിറ്റർ വെള്ളത്തിൽ തിളപ്പിച്ച് ഒരു 15-20 മിനിറ്റ് തിളപ്പിച്ചതിന് ശേഷം തണുത്തതിന് ശേഷം നമ്മുടെ തലയോട്ടിയിലും മുടിയിലുമൊക്കെ തേച്ച് പിടിപ്പിച്ച് 2 മണിക്കൂറിന് ശേഷം മൈൽഡ് ഷാമ്പു ഉപയോഗിച്ച് കഴുകി കളയുകയാണെങ്കിൽ നര കുറയ്ക്കാനൊക്കെ സഹായിക്കുന്നതാണ്. അപ്പം നമ്മൾ പേരയില ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് അലർജിയൊന്നും നീരിറക്കമൊന്നും വരാതിരിക്കാനായിട്ട് ഞവരയില ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ തേയില കൂടി ചേർത്തിട്ടുണ്ട്. ഇനി 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമുക്കിത് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കാം. നമ്മൾ നേരത്തെ കടുകും കറിവേപ്പിലയും നല്ലതുപോലെ കരിച്ചെടുത്തതാണ്. ഇനി നമുക്ക് മിക്സിയുടെ ജാറിൽ ഇത് നന്നായിട്ട് ഫൈൻ പരുവത്തിൽ ഇത് പൊടിച്ചെടുക്കണം. നല്ലതുപോലെ ഇത് പൊടിച്ച് കിട്ടണം കേട്ടോ. നമുക്ക് പൊടിച്ചെടുത്തിട്ട് വരാം. ഇപ്പം നമ്മൾ പൊടിച്ചിട്ടുണ്ട്. എൻ്റെ മിക്സിയുടെ ജാറിൻ്റെ കംപ്ലൈൻറ്റോട് നല്ലതുപോലെ പൊടിഞ്ഞിട്ടില്ല, എന്നാലും അത്യാവശ്യം പൊടിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്നുകൂടി അരിച്ചെടുക്കാം. അരിച്ചതിന് ശേഷം നമുക്ക് ഒന്നുകൂടി വേണമെങ്കിൽ പൊടിച്ചെടുക്കാം.
കണ്ടോ, നല്ല ഫൈനായിട്ട് പൊടിഞ്ഞിട്ടില്ല, ചെറിയൊരു തരിതരിപ്പുണ്ട്. നിങ്ങൾ പൊടിക്കുമ്പോൾ നല്ലതുപോലെ പൊടിച്ചെടുക്കുക. കണ്ടോ, നമ്മുടെ കയ്യിൽ അപ്ലൈ ചെയ്തപ്പോൾ തന്നെ നല്ലതുപോലെ കറുപ്പ് നിറം കിട്ടുന്നുണ്ട്. ഇപ്പം നമ്മുടെ വെള്ളം നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. പേരയിലയും ഞവരയിലയും തേയിലയും കൂടി നമ്മൾ തിളപ്പിച്ചതാണ്. 1/2 ഗ്ലാസ് വെള്ളം ഇപ്പോൾ കുറച്ചുകൂടി കുറഞ്ഞിട്ടുണ്ട്. കുറച്ചുകൂടി ഒന്ന് തിളയ്ക്കട്ടെ. അതിനുശേഷം നമുക്ക് അരിച്ച് മാറ്റി വയ്ക്കാം. ഇപ്പോൾ തന്നെ നല്ലൊരു റെഡ് കളർ കിട്ടിയിട്ടുണ്ട്. കണ്ടോ, നല്ലതുപോലെ വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് അരിച്ച് മാറ്റി വയ്ക്കാം. ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്ക് മിക്സ് ചെയ്യാനായിട്ട് തുടങ്ങാം. അതിനു മുമ്പ് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച നമ്മുടെ കടുകും കറിവേപ്പിലയും നല്ലതുപോലെ ഫൈനായിട്ട് നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. Touch the sky, feeling bolder. Going out, going all the way. Going high, yeah, yeah, high, yeah, yeah. Going out, going all the way. Going high, going all the way. Going up, going all the way. Going up, going all the way. Going higher. Break the mold, then press repeat. Get 'em up, get 'em up. നമ്മൾ നല്ല ഫൈനായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സ് ചെയ്യാനായിട്ട് തുടങ്ങാം. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ തിളപ്പിച്ച് വെച്ച ആ ഒരു വെള്ളം തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാം. ആദ്യമേ നമ്മൾ ഓവറായിട്ട് വെള്ളം ഒഴിച്ച് ഒരുപാട് ലൂസാക്കി എടുക്കരുത്. അങ്ങനെ ചെയ്യുന്ന സമയത്താണ് നമ്മൾ ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫേസിലൊക്കെ ആകുന്നത്. അതുകൊണ്ട് നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഇരുമ്പിൻ്റെ പാത്രത്തിൽ ഇത് മിക്സ് ചെയ്തിട്ട് ഓവർനൈറ്റ് വച്ചിരിക്കണം. അതിനുശേഷം ഡൈ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി എഫക്റ്റീവ് ആയിരിക്കും. ഇത് മിക്സ് ചെയ്തതിന് ശേഷം ഇരുമ്പ് പാത്രത്തിലോ അല്ലെങ്കിൽ നമുക്ക് ആണി, ഞാനിത് കാണിക്കുന്നുണ്ട്, 2-3 ആണി ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ തുരുമ്പുള്ള ആ ഒരു പാത്രത്തിൽ നമ്മളിത് തയ്യാറാക്കിയതിന് ശേഷം ഓവർനൈറ്റ് അടച്ചു വെച്ചിരിക്കുക. അതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ എടുത്ത് നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഈ സ്റ്റീൽ പാത്രത്തിൽ തയ്യാറാക്കി 1-2 മണിക്കൂറിന് ശേഷമാണ് നമ്മളെടുത്ത് വീഡിയോ ചെയ്യുന്നത്. നമ്മളിപ്പോൾ നല്ലതുപോലെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ കയ്യിൽ അപ്ലൈ ചെയ്ത് കാണിക്കാൻ, കണ്ടോ, നല്ലതുപോലെ കറുത്ത് വരുന്നുണ്ട്. തുടച്ചിട്ടൊന്നും പോകുന്നില്ല. നമ്മൾ സോപ്പിട്ട് നല്ലതുപോലെ കഴുകിയാൽ മാത്രമേ ഈ ഡൈ പോകത്തുള്ളൂ. കണ്ടോ, ഞാനിപ്പോൾ 3 തുരുമ്പെടുത്ത ആണി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം 1-2 മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കുക. നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇരുമ്പ് പിടിച്ച പാത്രം ഉണ്ടെങ്കിൽ അതിൽ മിക്സ് ചെയ്തിട്ട് ഓവർനൈറ്റ് വയ്ക്കുക. ഇല്ലെങ്കിൽ ഈ തുരുമ്പ് പിടിച്ച ആണിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കിതിട്ട് 2-3 മണിക്കൂറെങ്കിലും നമ്മളിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കുക. അതിനുശേഷമേ നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. എന്നാൽ മാത്രമേ നമുക്ക് നല്ല കറുപ്പ് നിറം ലഭിക്കുകയുള്ളൂ. നമ്മൾ ഓവർനൈറ്റ് വയ്ക്കുമ്പോൾ ഇരുമ്പിൻ്റെ പാത്രത്തിൽ കുറച്ച് സമയം അല്ലെങ്കിൽ ഓവർനൈറ്റ് വയ്ക്കുമ്പോൾ ഇതിൽ ചെറിയ തോതിൽ അയൺ റിയാക്ഷൻ നടക്കുകയും തുടർന്ന് നമ്മളിത് തലയോട്ടിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ നാച്ചുറൽ ഡാർക്ക് കളർ ലഭിക്കുകയും ചെയ്യുന്നു. ഇതിപ്പോൾ ഞാനിപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാനിപ്പോൾ ഈ ആണിയെടുത്ത് മാറ്റുന്നുണ്ട്. ഇനി നമുക്കിത് ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. കേട്ടോ, ഇപ്പോൾ തന്നെ നല്ല ഡാർക്ക് കറുപ്പ് നിറം കിട്ടിയിട്ടുണ്ട്. അല്പം കട്ടിയായിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കുറച്ചൊരല്പം കൂടി നമുക്ക് ആ വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്നുകൂടി മിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്ക് തലയിൽ അപ്ലൈ ചെയ്യാം. ഞാൻ പറഞ്ഞു, ചെറിയ ഇതേപോലുള്ള ബ്രഷ് എടുത്തിട്ട് വേണം നമ്മൾ നെറ്റിയിലൊന്നും ആകാതെ തലമുടിയിൽ മാത്രമായിട്ട് വേണം നമ്മൾ ആദ്യം അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട്. നമ്മൾ സമയമെടുത്ത് തന്നെ നല്ലതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക.
ആദ്യമേ നമ്മൾ കൈ കൊണ്ടൊന്നും വാരി ഫേസിലും എല്ലായിടത്തും വാരി അങ്ങനെയൊന്നും തേക്കരുത്. സമയമെടുത്ത് നല്ലതുപോലെ ചെറിയ ബ്രഷ് എടുത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നല്ലതുപോലെ ഇതൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കുക. ഞാനിപ്പോൾ ബ്രഷെല്ലാം മാറ്റിയതിന് ശേഷം നല്ലതുപോലെ അമ്മയുടെ തല നല്ലതുപോലെ കൈ കൊണ്ട് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സ്കാൽപ്പിലൊക്കെ നല്ലതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കണ്ടോ, അമ്മയ്ക്ക് നല്ലതുപോലെ മുടി നരച്ചിരിപ്പുണ്ട്. Going up, going out, going all the way. Going high, 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 high. Going up, going out, going all the way. എനിക്ക് അത്യാവശ്യം മുടിയുമുണ്ട്. Going all the way, going up, going all the way, going up, going all the way, going high. നമ്മൾ മുടിയിലേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടി ലൂസാക്കിയതിന് ശേഷം തലമുടിയിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി അച്ഛനും കൂടെ വന്നിട്ടുണ്ട്. നമ്മൾ മിക്സ് തയ്യാറാക്കിയത് കുറച്ചേ ഉള്ളൂ. എന്നാലും അച്ഛന് അത്യാവശ്യം കഷൻ്റെ ആയിട്ട് മുടിയൊക്കെ കുറവാണ്. അതുകൊണ്ട് നമുക്ക് ഉള്ള ഡൈ വെച്ച് അച്ഛന് കൂടി ഒന്ന് ഡൈ ചെയ്ത് കൊടുക്കാം. അച്ഛൻ്റെ മുടി നല്ലതുപോലെ വെളുത്തിരിപ്പുണ്ട്. അച്ഛൻ അങ്ങനെ ഡൈ ഒന്നും ചെയ്യാറില്ല. അപ്പോൾ ഞാൻ വീഡിയോയിൽ കാണിക്കാം, വീഡിയോ എടുക്കാമെന്നൊക്കെ പറഞ്ഞപ്പോൾ അച്ഛനെയും കൂടെ പിടിച്ച് ഇരുത്തിയതാണ്. ആ ഉള്ള മുടിയിൽ നമുക്ക് നല്ലതുപോലെ ഇതൊന്ന് മസാജ് ചെയ്തെടുക്കാം. തലയോട്ടിയിലൊന്നും കണ്ടോ, കറുപ്പ് നിറമൊന്നും വരാത്ത രീതിയിൽ വേണം നമ്മൾ മുടിയിൽ മാത്രം നല്ലതുപോലെ ഇതേപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അല്ലാതെ നമ്മൾ 2 കൈ കൊണ്ടും ആ ഡൈ വാരി മൊത്തത്തിലൊന്നും ഡൈ ചെയ്ത് വയ്ക്കരുത്. കണ്ടോ, കഷൻ്റെയൊക്കെ ആകുമ്പോൾ അത് കറുത്ത നിറം തലയോട്ടിയിലൊക്കെ വന്നാൽ വൃത്തികേടായിരിക്കും. അതുകൊണ്ട് മുടിയിൽ മാത്രം നമ്മൾ നല്ലതുപോലെ പതിയെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം 1 മണിക്കൂറെങ്കിലും നിങ്ങൾ റെസ്റ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അതിന് ശേഷം മാത്രമേ കഴുകിക്കളയാൻ പാടുള്ളൂ. കഴുകുമ്പോൾ നമ്മൾ സോപ്പോ ഷാമ്പോ ഉപയോഗിക്കരുത്. എണ്ണമയം ഇല്ലാത്ത മുടിയിൽ വേണം നമ്മളിത് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട്. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്താൽ നിങ്ങളുടെ മുടി ഉറപ്പായിട്ടും കറുത്ത നിറം വരും. നല്ലതുപോലെ കട്ട കറുപ്പായി മാറുകയും ചെയ്യും. അപ്പോൾ അമ്മയ്ക്ക് അത് നമ്മൾ തേച്ച് കൊടുത്തിട്ട് 1 മണിക്കൂർ ആയിട്ടുണ്ട്. ഇനി അമ്മ ആ മുടി കഴുകുന്ന ഒരു ഇത് കാണിക്കും. നമ്മൾ അപ്ലൈ ചെയ്ത സമയത്ത് അമ്മ കസേരയിൽ ഇരുന്ന സമയത്ത് അമ്മയുടെ ആ മാക്സിയുടെ ബാക്കിൽ കായതല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. മുഖത്ത് കറുപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. കണ്ടോ, അമ്മ തല തോർത്തിയാൽ കാണിക്കും. കുളിച്ചില്ല, തല മാത്രമാണ് ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി, വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി കഴുകിയത്. നമ്മൾ ആ തല കഴുകുന്ന സമയത്ത് ആ കരി നമ്മളിങ്ങനെ കഴുകുന്നത് കൊണ്ട് തന്നെ കയ്യിൽ അല്പം ആയിട്ടുണ്ട്. അത് നമ്മൾ സോപ്പ് ഉപയോഗിച്ച് കഴുകിക്കളഞ്ഞാൽ മതി. കണ്ടോ, അച്ഛൻ അടിപൊളിയായിട്ട് ഡൈ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. എനിക്ക് 39 വയസ്സായി. എനിക്ക് ചെറിയ രീതിയിൽ നമ്മൾ എവിടെയെങ്കിലും പോകാൻ നേരത്തൊക്കെ തല കോതിയിട്ട് തല ചീകിയിട്ടൊക്കെ നമ്മൾ നോക്കുമ്പം കണ്ടോ ചെറുതായിട്ട് ആ ഫ്രണ്ടിൽ നരച്ചിരിപ്പുണ്ട്. ഞാൻ ചെയ്യുന്ന ഡൈ അടുത്ത വീഡിയോയിൽ കാണിക്കാം. ബൈ.